ஐயா வணக்கம். പൗരത്വ നിയമ ഭേദഗതി പൊളിച്ചെടുക്കൽ പാർട്ട് 1. ഒരു ലോഡ് പ്രമേയമാണ് ഇവിടെ നിയമസഭയിൽ കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ തവണ ലക്ഷദ്വീപിന് വേണ്ടി ഇറക്കിയ പ്രമേയവും ആ ഗവർണർ എടുത്ത് തോട്ടിലിറങ്ങടേ എന്നായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇടതനും വലതനും ഇലക്ഷൻ പ്രചാരണങ്ങളിൽ പുതിയൊരു ആയുധം കിട്ടിയ ഒരു സന്തോഷമായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സുഡാപ്പികൾ ചാടി ഇറങ്ങി രാജ്ഭവനിലോട്ട് ഒരു മാർച്ച് നടത്തി. ആ സുഡാപ്പികൾക്കെതിരെ ഒന്നും തോന്നല്ലേ മക്കളെ, ഒരു കേസ് പിണറായി പോലീസ് എടുത്തിട്ടുണ്ട്. CRPF-കാരുടെ കയ്യിൽ നിന്നും വെട്ടും കുത്തും കിട്ടുന്നതിനെക്കാട്ടിലും നല്ലത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് 2 തട്ട് കിട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ നിങ്ങൾക്കെതിരെ കേസെടുത്തത് എന്ന് നമുക്ക് അനുമാനിക്കാം. സംഭവം നമുക്ക് അങ്ങോട്ടെല്ലാം എടുത്ത് മാറ്റി നിർത്താം. പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാകില്ല, എന്റെ നെഞ്ചത്ത് ചവിട്ടി മാത്രമേ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല ഇടതനും പലതനും കൂട്ടിന് സുഡാപ്പികളും സൈഡിൽ നിന്നൊരു പൊടിക്ക് ഇവിടെ കിടന്ന് അറുമാദിക്കുന്നതും ആറാടുന്നതും എല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് പണി പോകും വിജയ എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട് എന്നുള്ളതാണ്. അതായത് പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? ഉദ്വേഗജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര അങ്ങ് തെറിച്ചു പോകും എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, ഇന്ത്യൻ രാഷ്ട്രപതി പാസ്സാക്കിയ ഒരു നിയമം, ആ വിജ്ഞാപനം പുറത്തു വന്ന് അതൊരു സംസ്ഥാനത്തേക്ക് അത് പാസ്സാക്കാനായിട്ട് വരുമ്പോൾ ആ സംസ്ഥാനത്ത് അത് നടപ്പാക്കിയില്ലെങ്കിൽ ആർട്ടിക്കിൾ 356, അതായത് ഭരണഘടനയിലെ 356 അനുച്ഛേദ പ്രകാരം ആ മുഖ്യമന്ത്രിയുടെ തൊപ്പി തെറിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഭരണഘടനയിലെ 356 അനുച്ഛേദം എന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് 3 വിഷയങ്ങളാണ് ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിൽ പറയുന്നത്. ആ 3 വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയും. പിന്നെ നമ്മുടെ കേരളത്തിന് നിയമം നിർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയും. പിന്നെ കേന്ദ്രത്തിനും കേരളത്തിലും സംയുക്തമായി നിന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന വിഷയങ്ങൾ, അതിനെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. ഈ 7ാം ഷെഡ്യൂളിലെ 17ാമത്തെ സബ്ജക്റ്റാണ് പൗരത്വ നിയമം എന്നൊക്കെ പറയുന്നത്. ഒരാൾക്ക് പൗരത്വം കൊടുക്കൽ എന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ റോളുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഇതിവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ചിലപ്പോൾ സുഡാപ്പികളെ പറ്റിക്കാനായിരിക്കും, അത് വേറൊരു കാര്യമാണല്ലോ. എന്തായിരുന്നാലും യൂണിയൻ ലിസ്റ്റ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് 61 കാര്യങ്ങൾ വരുന്നുണ്ട്, യൂണിയൻ ലിസ്റ്റിനകത്ത് 100 സബ്ജക്റ്റ് വരുന്നുണ്ട്. ഈ 61 കാര്യങ്ങളിൽ സ്റ്റേറ്റിന് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വനം, ആരോഗ്യം, ഗതാഗതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭരണഘടനയിൽ കൃത്യമായി ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിവിടെ നടപ്പാകില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി പോകും വിജയ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഒന്നാമത്തെ പൊളിച്ചെടുക്കൽ. ഇനി 2ാമത്തെ പൊളിച്ചെടുക്കൽ നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം ഇവിടെ സുഡാപ്പികളെല്ലാം അതിഭീകരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ നിഗൂഢത അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് സുഡാപ്പികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഈ പറച്ചിൽ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന് പുറത്ത് ഒരു വട്ടിയുടെ വില പോലും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയും കുറവാണ്. എന്നിരുന്നാലും ഇവിടെ കിടന്ന് വരുന്നത് കൊണ്ടും ആ ചോദ്യങ്ങൾ ഇവർ ഇവിടെ കിടന്ന് ചോദിക്കുന്നത് കൊണ്ടും അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. അതായത് ഇന്ത്യൻ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്ന ഈ സാധനം കൊണ്ടുവന്നത് 2019-ലാണ്. അന്ന് എന്തൊരു പുകിലായിരുന്നു. ഷഹീൻ ബാഗിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു, ഡൽഹി കിടന്ന് കലാപം ഉണ്ടാക്കുന്നു, കേരളത്തിൽ ഊരിയ കത്തി തിരിച്ചിട്ടിട്ടില്ല എന്ന് പറയുന്നു, എന്തൊരു ബഹളമായിരുന്നു. അതൊക്കെ ഒരു കാലം. അത് കഴിഞ്ഞ ശേഷം കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. ആ കോവിഡ് വന്നപ്പോൾ ഷഹീൻ ബാഗിൽ കിടന്ന ഉമ്മമാരെയും ബാപ്പമാരെയും എല്ലാം കൂടെ തട്ടിത്തോളി കയറ്റി ഇടിച്ച് വീട്ടിൽ പോ, ഇല്ലെങ്കിൽ കോവിഡ് അള്ളിക്കൊണ്ടുപോകും എന്ന് നരേന്ദ്രമോദി പറഞ്ഞ പശ്ചാത്തലത്തിൽ സ്വന്തം ജീവൻ മതി എന്ന് പറഞ്ഞ് ഇവറ്റകളെല്ലാം കൂടി എണീച്ച് നേരെ വീട്ടിൽ അതിനുശേഷം രാജ്യത്തുണ്ടായത് സംഭവ വികാസങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. 2019 കോവിഡായിരുന്നു, 2020 കോവിഡായിരുന്നു, 2021 കോവിഡായിരുന്നു, 2022 കോവിഡിന്റെ ലാഞ്ചനകളായിരുന്നു. അടക്കും തുറക്കും ഇങ്ങനെയായിരുന്നു രാജ്യം ആ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നിയമം കൊണ്ടുവന്ന ശേഷം അതിന്റെ വിജ്ഞാപനം ഇറക്കാൻ 6 മാസത്തെ സമയമാണുള്ളത്. ഈ 6 മാസത്തെ സമയത്തിനകത്ത് അതിന്റെ വിജ്ഞാപനം ഇറക്കണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. 6 മാസത്തെ സമയം കോവിഡ് വന്നതുകൊണ്ട് തന്നെ വിജ്ഞാപനം ഇറക്കാനായി പോരാ എന്നുള്ളൊരു നിലയിൽ വരികയും ആ 6 മാസത്തെ സമയം ലാപ്സ് ആവുകയും അങ്ങനെ സമയം 6 മാസത്തിൽ നിന്ന് 6 തവണ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോവുകയും കേന്ദ്ര സർക്കാർ ചെയ്തു. ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടിയോ? അങ്ങനെ 6 മാസം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോയി ഇപ്പോഴാണ് അതിന്റെ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള മുഴുവൻ സെറ്റപ്പും നിലവിൽ വന്നത്. ഇനി എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം പുറത്തിറക്കണമെന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നരേന്ദ്രമോദി തന്നെ വരുമല്ലോ, ഗതികേട് കൊണ്ടാണെങ്കിലും പറയുകയാണ് എന്ന് സുഡാപ്പികൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം മോദി വരുമ്പോൾ ഇതിറക്കിയാൽ പോലെ
കാര്യമായിരുന്നോ? ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇവിടെയുള്ള മുസ്ലിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യാനുള്ള നിയമമാണ് എന്ന് സുഡാപ്പികൾ പറയുന്നുണ്ട്. എടേ സുഡാപ്പി അങ്ങനെയല്ല. അതായത് ഈ നിയമം ഇപ്പോൾ നടപ്പാക്കിയില്ലെങ്കിൽ ലോക്സഭയുടെ കാലാവധി ജൂൺ 15 കഴിയും. അങ്ങനെ ജൂൺ 15 ലോക്സഭയുടെ കാലാവധി കഴിയുമ്പോൾ ഈ CAA നിയമം അടുത്ത സർക്കാർ വരുമ്പോൾ വീണ്ടും ഒന്നേന്ന് കൊണ്ടുവരേണ്ടി വരും. അത് ഇരട്ടിപ്പണിയാണ്. അങ്ങനെ ഒന്നേന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും മെച്ചം ഇപ്പോൾ നരേന്ദ്രമോദി അത് ചെയ്യുന്നതാണ്. കാരണം ഇത് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിൻ്റെ വിഷയമാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രസ്റ്റീജിൻ്റെ വിഷയമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത്. രാജ്യത്ത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപീഡനം നേരിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകി വന്ന അഭയാർത്ഥികളെ, അവിടെ നിന്നും ഒഴുകി വന്ന ന്യൂനപക്ഷ അഭയാർത്ഥികളെ, അത് നമ്മൾ ആലോചിക്കണം. മതപീഡനമാണ് നേരിടുന്നത്. അപ്പോൾ മതപീഡനം നേരിടണമെങ്കിൽ അവരൊരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളായിരിക്കണം. നമ്മുടെ രാജ്യത്ത്, അതായത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും മതപീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ പൗരത്വത്തിനായിട്ട് കാത്തുകെട്ടി കിടക്കുകയാണ്. അങ്ങനെ കാത്തുകെട്ടി കിടക്കുമ്പോൾ നമ്മൾക്ക് അവരോട് ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് ആധാർ കാർഡില്ല, അവരുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല, അവരുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഇല്ല, അവരുടെ വീട്ടിൽ വാട്ടർ കണക്ഷൻ ഇല്ല. ഇങ്ങനെ ഇല്ലാതെ ടെന്റിലും പാലങ്ങൾക്കടിയിലും കിടന്ന് നരകിക്കുകയാണ് അവർ. അങ്ങനെ നരകിക്കുന്ന ആ വ്യക്തികളോട് നമ്മൾ കാണിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കാണിച്ചു കൊള്ളാമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയല്ല, അത് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയുമാണ് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയുമാണ് ആ കാര്യം പറഞ്ഞത് എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ലിയാഖത്ത് പാക്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ലിയാഖത്ത് പാക്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാമെന്ന് നെഹ്റു പറയുകയും പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങൾ, മൈനോറിറ്റീസിനെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് പറയുകയും ചെയ്യുന്നു. പിന്നെ നടന്നത് ചരിത്രമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ത്യക്കാർ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയപ്പോൾ അവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജൈനന്മാരെയും സിഖുകളെയും പാഴ്സികളെയും അവർ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ പെർസിക്യൂട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പാവങ്ങൾ എങ്ങോട്ട് പോകും? ആ പാവങ്ങളുടെ ലാൻഡ് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചാണല്ലോ വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ചാണല്ലോ വരുന്നത്. ഈ ലാൻഡ് എന്ന് പറയുന്നത് അവരുടെ ലാൻഡാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത ഇന്ത്യൻ സർക്കാരിൻ്റെതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് പൊളിച്ചെടുക്കൽ നമ്പർ 2. ഇനി പൊളിച്ചെടുക്കൽ നമ്പർ 3 ആണ് ഗംഭീരമായിട്ടുള്ള പൊളിച്ചെടുക്കൽ എന്ന് പറയുന്നത്. അതായത് അവിടെ മതപീഡനം നേരിടുന്ന, അതായത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതപീഡനം നേരിടുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും ജൈനന്മാരെയും ബുദ്ധന്മാരെയും പാഴ്സികളെയും ആണല്ലോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മതപീഡനം നേരിടുന്ന മുസ്ലിങ്ങളെ എന്തുകൊണ്ട് ഇതിനകത്ത് കയറ്റുന്നില്ല? ഇതാണ് സുഡാപ്പിയുടെ $1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരമുണ്ട്. പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ മതപീഡനം നേരിടുന്നില്ലേ? മുസ്ലിങ്ങൾ മതപീഡനം നേരിടുന്നുണ്ട്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാം പീഡിപ്പിച്ച ശേഷം ഇവന്മാരുടെ അകത്തുള്ള ആൾക്കാരെ തന്നെ പീഡിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ സുന്നി, ഷിയ, അഹമ്മദിയ വിഭാഗം എന്നൊക്കെ പറഞ്ഞ് കുറേ വിഭാഗങ്ങളുണ്ട് ഇവർക്കിടയിൽ. പാകിസ്ഥാനിൽ അഹമ്മദിയ വിഭാഗം എന്ന് പറയുന്ന വിഭാഗം ന്യൂനപക്ഷമാണ്. അതായത് ആ മതത്തിനകത്തെ ന്യൂനപക്ഷമാണ്. പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷമാണ്. അവിടെയുള്ള സുന്നി വിഭാഗം പറയുന്നത് അഹമ്മദിയ വിഭാഗം മുസ്ലിങ്ങളല്ല എന്നാണ്. പക്ഷെ അഹമ്മദിയ വിഭാഗം പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നാണ്. വെട്ട്, കുത്ത്, അടിച്ച്, ഇടിച്ച്, കാടിച്ച്, പറിച്ച് എന്നൊക്കെ പറഞ്ഞ് അവിടെ അഹമ്മദിയ വിഭാഗത്തെ സുന്നി വിഭാഗം പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് എന്തുകൊണ്ട് ഇവിടെ പൗരത്വം കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം അതിഭീകരമായിട്ട് സുഡാപ്പികൾ ഇവിടെ കിടന്ന് പറയുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അഹമ്മദിയ വിഭാഗം മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷമാണ്. പക്ഷേ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെയായ അഹമ്മദിയ വിഭാഗത്തെ അവർ മുസ്ലിങ്ങളല്ല മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോരെ എന്ന് പറഞ്ഞ് ഇന്ത്യ പൗരത്വം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ UN അടക്കമുള്ള GCC രാജ്യം അടക്കമുള്ള പല ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക തലതൊട്ടപ്പന്മാരും വരെ ഇന്ത്യയെ ചോദ്യം ചെയ്യാനായിട്ട് വരും. കാരണം അഹമ്മദിയ വിഭാഗം മുസ്ലിങ്ങളല്ലാന്ന് നിങ്ങൾ എങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഇന്ത്യക്ക് നേരെ വലിയ ആരോപണങ്ങൾ അവർ കൊണ്ടുവരും എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ നമുക്ക് അവർക്ക് പൗരത്വം കൊടുക്കേണ്ട ബാധ്യതയൊന്നുമില്ല. അതാണ് അൾട്ടിമേറ്റ് കാര്യം എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് റിലീജിയസ് പെർസിക്യൂഷൻ അല്ല. അതായത് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ പീഡിപ്പിച്ചാൽ മാത്രമേ അത് റിലീജിയസ് പെർസിക്യൂഷനായി മാറുകയുള്ളൂ. പക്ഷേ അവിടെ നടക്കുന്നത് ഒരു മുസ്ലിമിനെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളെ അടിക്കുകയോ ഇടിക്കുകയോ വെട്ടുകയോ കുത്തുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളെ അടിക്കുകയോ ഇടിക്കുകയോ വെട്ടുകയോ കുത്തുകയോ ചെയ്താൽ അത് മതപീഡനമായിട്ട് നമ്മൾ കണക്കാക്കാനായിട്ട് പറ്റില്ല. അത് മതപീഡനത്തിന്റെ ഗണത്തിലേ വരുന്നില്ല എന്ന്
പറഞ്ഞതുപോലെയാണ് അഹമ്മദിയ വിഭാഗവും അവിടെയുള്ള മറ്റു മുസ്ലിം വിഭാഗവും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് നമുക്കിവിടെ പൗരത്വം കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇതാണ് പൊളിച്ചെടുക്കൽ നമ്പർ 3. ഇനി പൊളിച്ചെടുക്കൽ നമ്പർ 4 എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വമേ ലഭിക്കില്ലേ? പാകിസ്ഥാനിൽ നിന്ന് ഇവിടോട്ട് ഒരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവൻ ഇന്ത്യയിൽ പൗരത്വം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പൗരത്വം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പൗരത്വം ലഭിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായില്ല. CAA വഴി, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വഴി അവന് പൗരത്വം ലഭിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. CAA എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും മതപീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതല്ലേ 1000 വട്ടം പറയുന്നത്. അവിടെ മതപീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് CAA. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. നിർഭാഗ്യവശാൽ അവരാണ് ഇവരെ മതപരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മതപരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഉള്ള ന്യൂനപക്ഷങ്ങളുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. അന്ന് അവർ ഇന്ത്യയോട് ചേരാതെ, അതായത് ആ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് വരാതെ, പാകിസ്ഥാനിലുള്ള ഹിന്ദു ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാതെ പാകിസ്ഥാനിൽ നിന്നത് നെഹ്റു കൊടുത്ത ഉറപ്പിന്റെ മേലാണ്. പക്ഷേ അതവിടെ പാലിക്കപ്പെട്ടില്ല. അവർക്ക് വേണ്ടിയുള്ളതാണ് CAA നിയമം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു ചീനി കിഴങ്ങ് എന്നുള്ളതാണ് ഞാൻ 1000 വട്ടമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ജനനം കൊണ്ടുള്ള സിറ്റിസൺഷിപ്പ്. നിങ്ങൾ ഇവിടെയാണോ ജനിച്ചത്, നിങ്ങൾക്ക് പൗരത്വം കിട്ടും. സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻഡ്, അതായത് നിങ്ങളുടെ മാതാവും ഇന്ത്യൻ വംശജനല്ല, നിങ്ങളുടെ പിതാവും ഇന്ത്യൻ വംശജനല്ല, എങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടും. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനം, സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ. ഈ മൂന്നാമത്തെ സംഭവത്തിൽ പുറത്തു നിന്ന് വരുന്ന ഒരാൾക്ക് പൗരത്വം കിട്ടുന്നത്. അതായത് നിങ്ങൾ പുറത്തു നിന്ന് വരുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. പാകിസ്ഥാനിലുള്ള ഗായകനായ അദ്നം സാമിക്ക് ഇവിടെ ഇന്ത്യൻ പൗരത്വമുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള തസ്ലീന നസ്രീമിന് ഇവിടെ ഇന്ത്യൻ പൗരത്വമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാതിരി ഗലാട്ടയൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് എടുക്കണ്ട എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കൃത്യവും വ്യക്തവുമായിട്ട് പൊളിച്ചടുക്കി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതും തലേ കയറാത്തവന്മാരുണ്ട്. അവന്മാരുടെയൊക്കെ ഉദ്ദേശം വിഘടനവാദവും വേറെ ചില കാര്യങ്ങളുമാണ് എന്നുള്ളത് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാനായിട്ട് സാധിക്കും. എന്തായിരുന്നാലും വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നരേന്ദ്രമോദിയുടെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ മുടിയാതെ എങ്கிறது நீங்க உங்களை வச்சு சொல்றீங்க, முடியும் என்கிறது நான் என்ன வச்சு சொல்றேன், முடியாதுங்கிறது முடிக்கிறது தான் സാർ എന്നോട് പഴക്കം. അതാണ് നരേന്ദ്രമോദിയുടെ ലൈൻ എന്ന് പറയുന്നത്. ഒരു കാലത്തും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പൂ പറിക്കും പോലെ പുഷ്പം പോലെ നടത്തി കാണിക്കും. അപ്പൊ മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. എന്നാ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.